ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? എന്താ പറയുക, പാലം കടക്കോളം നാരായണ, പാലം കടന്ന പൂരായണ എന്നൊക്കെ പറയില്ല ആൾക്കാർ. അതുപോലെ ഒരു പഴഞ്ചൊല്ലില്ല, അതേപോലെയുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാട്ടോ ഇന്നത്തെ സംസാരം. കാര്യം കഴിയോളം എല്ലാവരും വേണം, കാര്യം കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ട. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓനുക്ക് പിന്നെ ഓളും മാത്രം മതി. പിന്നെ ഓളായാലും അങ്ങനെ, ഓൾക്കും ഓളുടെ കെട്ടിയവനും കുട്ടികളും മാത്രം മതി, വേറെ ആരും വേണ്ട. അങ്ങനെയുള്ള കുറേ ആൾക്കാരില്ലേ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മല്ലിക സുകുമാരൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്തുട്ടാണ്ട് കണ്ടു, റീൽസ് കൊണ്ടാണ് കണ്ടുപോകുന്നത്. അതിൽ സുപ്രിയ പൊസസീവാണെന്ന് കണ്ടിട്ടാണ്. അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ മനസ്സിലായത് ഇങ്ങനെയാണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ കെട്ടിയവനും മാത്രം മതി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ 5 അംഗങ്ങൾ 10 അംഗങ്ങളുള്ളവർക്കൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് ആണുങ്ങളുടെ ഭാഗത്തുനിന്നല്ല കേട്ടോ ഒഴിവാക്കലുകൾ ഉണ്ടാവുന്നത്. ഒഴിവാക്കലുകൾ കൂടുതലും പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. പെണ്ണുങ്ങൾക്ക് പിന്നെ 2 കുട്ടികളായി കെട്ടിയവൻ കുറച്ചെന്തെങ്കിലും ഒരു വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ആരും വേണ്ട. അവൾക്ക് അവളുടെ ആൾക്കാർ വേണം. പക്ഷെ അവൻ്റെ ആൾക്കാർ ആരും വേണ്ട, അയൽവാസികൾ വേണ്ട, ആരും വേണ്ട. അവനെ കൊണ്ട് പോവുക, എന്നിട്ട് എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കുക, ആ വീടിൻ്റെ ചുറ്റുപാടും മതിലെട്ടി ഷീറ്റ് മേഞ്ഞ് വലിയൊരു ഗേറ്റ് വെച്ച് അകത്തുനിന്ന് പുറത്തേക്ക് കാണാത്ത രീതിയിലുള്ള ഒരു ഗേറ്റ് വെച്ച്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അടയിരിക്കുക. ആരായിട്ടൊരു കമ്പനിയില്ല, അയൽവാസികളായിട്ടില്ല, കുടുംബക്കാരായിട്ടില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ പോയാലും ശരി, അവളുള്ള ഉമ്മയുടെ അടുത്തൊന്ന് പോകും, ഉപ്പാടത്തൊന്ന് പോകും. ഇനിയിപ്പോൾ ആങ്ങളന്മാരോ അല്ല കൂടപ്പുറപ്പികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വല്ല പരിപാടികളുണ്ടെങ്കിൽ ഒന്ന് പോവുക വരിക. ആൾക്കാരടുത്ത് ഒന്നിനും ഇല്ല, ഒരു കാര്യത്തിലേക്ക് വരില്ല. ഒരാൾക്ക് ഒരു കമ്പനി ഇല്ല, സംസാരമില്ല, ഒന്നുമില്ല. നീ വല്ല ഫോൺ വിളി ഉണ്ടാകുന്ന വെച്ചാൽ അതും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കാണുന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഫോൺ വിളി ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും ഒരു കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് കൂട്ടുകൂടലും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല. അയൽവാസികളും കൂടെ പഠിച്ചവരെ കണ്ടാൽ മിണ്ടില്ല. പിന്നെ അയൽവാസികളായാലും ആൾക്കാർ വഴി കൂടെ പോകുമ്പോഴേലൊന്ന് ചിരിക്കുക, വർത്താനം പറയാൻ, എന്താ വിശേഷം എന്ന് ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അതും കൂടി ഉണ്ടാവില്ല. ഈ കൂട്ടിലടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്വഭാവം കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് കേട്ടോ, ആണുങ്ങൾക്കല്ല. പിന്നെ ആണുങ്ങളെന്ന് പറഞ്ഞാൽ ചില ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പുറത്തിറങ്ങാൻ ഇഷ്ടമില്ലേ ഇറങ്ങണ്ട, മിണ്ടാൻ ഇഷ്ടമില്ലേ മിണ്ടണ്ട, പോവാൻ ഇഷ്ടമില്ലേ പോകണ്ട, അവരിങ്ങോട്ട് വരുന്നത് ഇഷ്ടമില്ലേ എന്നാൽ അവരങ്ങോട്ട് വരുത്തണ്ട, അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ആണുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും അങ്ങനെ ഇവർ ആൾക്കാരായിട്ട് കമ്പനിയൊന്നും ഇല്ലാണ്ടാവാൻ കാരണം വരുന്ന കുറേ ഇതാണ്. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതുകൊണ്ടാണ്. മിണ്ടാൻ ഇഷ്ടമില്ലേ മിണ്ടാറുണ്ട, പോവാൻ ഇഷ്ടമില്ലേ പോകണ്ട, അങ്ങനത്തെ പോവാനും പറയില്ല, വരാനും പറയില്ല, മിണ്ടാനും പറയില്ല, മിണ്ടാണ്ടിരിക്കാനും പറയില്ല. അങ്ങനെ പറയാത്ത ആണുങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആണുങ്ങളുള്ള ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളാണ് ഇങ്ങനെ
ഒരു സ്വഭാവമായിട്ട് ഇങ്ങനെ എൻ്റെ മക്കൾ മാത്രം ഇനിയിപ്പോൾ വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കയിൽ കയറി പോവുക. ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമ്മൾ പരിചയക്കാരൊക്കെ കാണില്ല. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ ഇല്ലാത്ത സൗഹൃദം അവിടെ ഉണ്ടാവും അവിടെ. അങ്ങനെ പോലും പിന്നെ ഹോസ്പിറ്റലിൽ പോയ പരിചയക്കാരെ കണ്ടാലും മിണ്ടില്ല. ഡോക്ടറെ കാണുന്നുണ്ടാ തലങ്കിപ്പെട്ടും ഉണ്ടാകും, മക്കളെ കൈ പിടിച്ച് ഇങ്ങോട്ട് പോരുക. അങ്ങനത്തെ ഒക്കെ പെണ്ണുങ്ങളുണ്ട്. അങ്ങനത്തെ ഒക്കെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ആയിട്ടൊന്നും മിണ്ടിയപ്പോൾ എന്താ പ്രശ്നം? മിണ്ടുക പറഞ്ഞാൽ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ആരായിട്ട് മിണ്ടാനൊന്നും അറിഞ്ഞുവിടരും. അയൽവാസികളൊന്നും പരിചയം ഉണ്ടാവില്ല, കുടുംബക്കാരെ പരിചയം ഉണ്ടാവില്ല, ആരൊക്കെ ഏതൊക്കെ തരക്കാരാണെന്ന് അറിയുണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ട് കുറച്ച് കാലമൊക്കെ കല്യാണം കഴിഞ്ഞൊരു 5 വർഷം 6 വർഷമൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് മിണ്ടാതെ ഇന്ന് പോവാതൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ 6 വർഷം 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ കുടുംബക്കാരാരാണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്, അയൽവാസികളുടെ സ്വഭാവം എന്താണ്, അതൊക്കെ അറിയില്ല. പരിചയം ഉണ്ടാവില്ല. നമുക്ക് അത്രയൊക്കെ കാലം വരുമ്പോൾ ഇന്ന ഇന്ന തരാണ്, ആളോട് മിണ്ടണോണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആളോട് മിണ്ടാൻ പറ്റാത്ത ആളാണ്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ. ഇത് 25 കൊല്ലം കഴിഞ്ഞാലും 30 കൊല്ലം കഴിഞ്ഞാലും 35 കൊല്ലം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞ് 35 കൊല്ലം കഴിഞ്ഞിട്ട് വരെ അയൽവാസികളോടും കുടുംബത്തിലെ റിലേറ്റീവ്സ് ആൾക്കാരോടൊക്കെ മിണ്ടാത്ത, പിന്നെ പരിചയം കാണിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ ആൾക്കാരോട് പിന്നെ സൗഹൃദവും സ്നേഹവും ആ ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. ബന്ധങ്ങൾ നിലനിൽക്കുന്നതൊക്കെ മിണ്ടലും സംസാരിക്കലും കാര്യങ്ങൾക്ക് കൂടലും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെയല്ലേ ഈ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണം. അപ്പോൾ ആ ഒരു നിലനിർത്താനുള്ളൊരു ഇതൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവരത് അപ്പോൾ അയൽവാസികളോട് മിണ്ടിയില്ലെങ്കിൽ മിണ്ടണ്ടാവും, അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. കുടുംബത്തിലെ ആൾക്കാർ ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇയാളൊന്ന് കാണണം, മിണ്ടണം, എന്തെങ്കിലും സംസാരിക്കണം, വിവരം അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലണം. ഇനി ചെന്നാലോ വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചെന്ന ആൾക്കാർക്ക് എന്താ തോന്നുക, മിണ്ടാട്ടൊന്ന് എന്തെങ്കിലും ചോദിച്ചെങ്കിൽ മാത്രം മറുപടി പറയാം. അപ്പം ചെന്ന ആൾക്ക് അവിടുന്ന് വേഗം പോരാൻ തോന്നും. അപ്പോൾ ആളവിടുന്ന് പോരും. അപ്പം അങ്ങനെ കൂട്ടിലടച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന പെണ്ണുങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല. ഇപ്പം ചില പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ സംശയം ഉണ്ടാവും. ഏട്ടന്മാരെ പെണ്ണുങ്ങൾ, അനിയന്മാരെ പെണ്ണുങ്ങൾ ഒക്കെ അവിടെ ഉണ്ടാവുമ്പോൾ പെണ്ണുങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഭർത്താവ് അവരായിട്ട് മിണ്ടുണ്ടോ, ഇവരായിട്ട് മിണ്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സംശയത്തിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ ആരായിട്ടും കമ്പനി ഇല്ലാതെ അടച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ല, ഈ സംശയത്തിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ അടച്ചിരിക്കുന്നവരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എല്ലാവരും വേണം. എന്തെങ്കിലും കുടുംബക്കാർ അല്ല എന്തെങ്കിലുമൊക്കെ കല്യാണങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്തെങ്കിലുമൊക്കെ സഹായിക്കാനവർക്ക് എല്ലാവരും വേണം. അപ്പോൾ നല്ല ആ ഒരു ദിവസം മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം മാത്രം ഭയങ്കര സ്നേഹമാവും, ഭയങ്കര സംസാരമാവും. ഇരിക്കുകയും ചെയ്യും, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ, അതെന്താ ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യേണ്ടത്, അങ്ങനെയാണോ ചെയ്യുക ഭയങ്കര അന്വേഷിപ്പാടും കാര്യം അങ്ങനെയൊക്കെ ആവും. ആ കാര്യം അന്നത്തെ കഴിഞ്ഞ് പിറ്റേന്നതിന് പഴയപാട്. അതാണ് ഞാൻ പറഞ്ഞത്, ഫലം കണക്കോളം നാരായണ എന്ന് പറയുന്നത്. കാരണം അതാണ്, അവരെ കാര്യം വരുമ്പോൾ അവരങ്ങനെയാണ്. കാര്യം കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാരെയും വേണ്ട. അതാണ് ഇന്നത്തെ സംസാരം. ഓക്കെ.